Every day, without even realizing it, we pass by one of the most influential forms of advertising, billboards. Towering over highways, glowing in cityscapes, or standing quietly by the roadside. Billboards are designed to grab attention in just a few seconds and leave a lasting impression. From ancient wall signs to early poster boards, billboards always existed to grab attention first. Today, they have evolved into bold digital screens across cities. Even in a world full of scrolling ads, you can skip a billboard. It speaks to people in the real world every single day. Big message, big impact. നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, മേ ബി വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും ഒരു ബിൽ ബോർഡെങ്കിലും നമ്മളുടെ വക ഒന്ന് ചെയ്യണം എന്ന്. അപ്പോൾ അത് ഷോക്കേസ് ചെയ്യാൻ പറ്റണം, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് നമുക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു 7 റൂൾസാണ് വരുന്നത്. 7 ബേസിക് ഡിസൈൻ പ്രിൻസിപ്പൽ റൂൾസാണ് വരുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്താൽ നമുക്ക് ഏതൊരു ബിൽ ബോർഡ് വേണമെങ്കിലും സിമ്പിളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്നുള്ളൂ. ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെക്കാഡ് രീതിക്ക് ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, 3 seconds റൂൾ. അതായത് ഒരു ബിൽ ബോർഡ് കാണുമ്പോൾ എപ്പോഴും ഒരു വിത്തിൻ 3 സെക്കൻഡ്സിനുള്ളിൽ നമുക്കത് ഗ്യാസ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മളൊരു വലിയൊരു ഹൈവേ റോഡിൽ പോകാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ലക്ഷ്യേൻ്റെ അവിടെ ഒരു പരസ്യമുണ്ട്. എത്ര പേര് അത് ഒറ്റയടിക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ അത് ലക്ഷ്യമാണ്? സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റണില്ലേ? ബേസിക്കലി അവർ പറഞ്ഞാൽ അത് സച്ച് എ വേ ദാറ്റ് ഒരു ഹൈറാക്കി ഉണ്ട്. ആ ഹൈറാക്കിയിൽ ആ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം കോപ്പി വേഗം വായിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ CTA പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ, ഓർഡർ. ഇപ്പോൾ സ്വിഗ്ഗിയിലാണെങ്കിൽ സ്വിഗ്ഗീൻ്റെ ബിൽ ബോർഡ്സിലാണെങ്കിൽ ഓർഡർ നൗ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. നിങ്ങളുടെ ഒരു കോൾ ടു ആക്ഷൻ, ഒരു ആക്ഷനിക്ക് ഒരു കോൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ എപ്പോഴും ഒരു ബിൽ ബോർഡ് ഉണ്ടാക്കുമ്പോൾ 3 സെക്കൻഡ്സിലായിട്ട് അത് ഒതുക്കണ രീതിക്ക് അത് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് 1-1-1 പ്രിൻസിപ്പിൾ, 1 CTA, 1 വിഷ്വൽ ആൻഡ് 1 കോപ്പി. ഈ മൂന്നാണ് ഒരുമിച്ച് എന്താ പറയുക വരുമ്പോഴാണ് ഒരു ബിൽ ബോർഡിൻ്റെ ഒരു പെർഫെക്റ്റ് ഇത് തന്നെ വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ് തന്നെ മറ്റേ സ്വിഗ്ഗീൻ്റെ ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കോപ്പി ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒരു CTA ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇതാണ് ഒരു കോപ്പി. ഓക്കെ, ജസ്റ്റ് ഒരു കോപ്പി. നമ്മളെ എന്താ പറയുക, ഇപ്പം നേരത്തെ മറ്റേ ആരായാലും കാല് പിടിക്കുമെന്ന് നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് കോപ്പി. ഇതാണ് CTA പറയുമ്പോൾ എന്താ പറയുക, മിക്ക സ്ഥലത്ത് അത് എന്താ പറയുക ഒരു QR കോഡ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമ്പർ ആവാം, അല്ലെങ്കിൽ എനിത്തിങ്. അത് ആ ഒരു എൻവയറമെൻ്റ് അനുസരിച്ച് എങ്ങനെ അത് സൂട്ട് ആവണം അതിനനുസരിച്ചായിരിക്കും CTA പബ്ലിഷ് ചെയ്യേണ്ടാവുക. പിന്നെ ഒരു കോപ്പി അല്ല ഒരു വിഷ്വൽ എത്രത്തോളം അപ്പീലിംഗ് ആണ് അതിനനുസരിച്ച് അത് ആ ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ടാവും. മൂന്നാമത്തെ ഓക്കെ, ഒരു കോപ്പി ഡിസിപ്ലിൻ. നേരത്തെ കണ്ട കോപ്പിയിൽ നമുക്ക് ലൈക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. ഇപ്പോൾ നമ്മളുടെ ഒരു കോപ്പി ഇതേമാതിരി ഇത്രയും വലിയ പാരഗ്രാഫ് എഴുതിയാലാണോ കാണുക, അല്ലെങ്കിൽ ഇത്രയും 3 വേർഡ്സിൻ്റെ ഇതാണോ കാണുക? സെക്കൻഡ് വൺ അല്ലേ? ഓബ്വിയസ്ലി. കാരണം ആർക്കായാലും ഇത്ര നേരം നോക്കിയിരിക്കാൻ വായിക്കാനും പേഷ്യൻസ് ഇല്ല. ഇന്നത്തെ കാലത്ത് ആർക്കും പേഷ്യൻസ് ഇല്ല, ഉള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്കായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വല്ല വീഡിയോന് സ്റ്റാർട്ടിങ് ഒരു ഹുക്കില്ലെങ്കിൽ നമ്മളെല്ലാവരും സ്കിപ്പ് ചെയ്യും. ഒബ്വിയസ് ആണത്. അപ്പം മാക്സിമം ആ വേർഡ്സ് വെച്ചിട്ട് ആ എന്താ പറയുക ഹുക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ മാക്സിമം ഒരു 3 to 7 വേർഡ്സ് അതിൻ്റെ ഉള്ളിൽ ഒരു കോപ്പി സെറ്റാക്കാൻ നോക്കുക. അതാണ് കോപ്പി ഡിസിപ്ലിൻ. ടൈപ്പോഗ്രഫി ആൻഡ് റീഡബിലിറ്റി. ഒരു ബിൽ ബോർഡ് നമ്മളെപ്പോഴും അടുത്തുനിന്ന് തന്നെ കാണണം എന്നില്ല, ഒരു ഉറപ്പില്ല. ചിലപ്പോൾ നമ്മൾ ഹൈവേയിൽ ഏറ്റവും ദൂരത്തിൽ നിന്നായിരിക്കും കാണാം, ചിലപ്പോൾ അടുത്തുനിന്നും കാണാം. പക്ഷെ ആ സമയത്ത് നമ്മളുടെ ഫോൺസിൻ്റെ ഒരു ടൈപ്പോഗ്രഫിക്ക് നല്ലൊരു ഇതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ബോൾഡ് ആയിട്ടുള്ള ഹെൽവെറ്റിക്ക ഫോണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഫോൺസും ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി റീഡബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ 3 കാണുന്നതിൽ ഏതിലേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ദൂരത്തിൽ നിന്ന് കാണാൻ പറ്റുക? തേർഡ് വൺ. എക്സാക്ട്ലി. ഈ തേർഡ് വൺ എന്തുകൊണ്ടാണ്? കാരണം ഇറ്റ്സ് ബോൾഡ്. ഈ സെറിഫോൺസൊക്കെ ദൂരത്തിൽ നിന്ന് എവിടെയെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റുക? തീരെ കാണാൻ പറ്റില്ല. അടുത്ത മേജർ സാധനമാണ് കളർ കോൺട്രാസ്റ്റ്. ഒരു കളർ കോൺട്രാസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് ബോർഡ് ഇതേമാതിരി ദൂരത്തിൽ നിന്ന് എവിടെ നിന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈം ഗ്രീൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഷെയ്ഡ് ഓഫ് ഗ്രീൻ, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബ്ലൂവും പിന്നെ ഒരു വൈറ്റ്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? സെക്കൻഡ് വൺ. അതേമാതിരി എല്ലാം ബിൽ ബോർഡ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാക്സിമം കളർ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ
അത് നമ്മുടെ എൻവയറമെൻ്റായിട്ട് ബ്ലെൻഡ് ആവാണ്ട് അത് എടുത്ത് കാണിക്കും. അപ്പം എപ്പോഴും അത് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക ആ കാര്യം. വിഷ്വൽ ലേ ഔട്ട്. ഇപ്പം നേരത്തെ നിങ്ങൾ ആ മറ്റേ സ്വിഗ്ഗീൻ്റെ ഫസ്റ്റത്തെ ആ സ്ലൈഡിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു ലേ ഔട്ട് ഉണ്ടായിരുന്നു. ആദ്യം മേലെ ഒരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നു, ഒരു കോപ്പി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒരു അടിയിൽ CTA ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് വൺ, എക്സാക്ട്ലി. കാരണം ഇതിൽ കണ്ട ആകെ മെസ്സി ആയിട്ടിരിക്കണം. ഇപ്പോൾ നമ്മളൊരു കോപ്പിയും ഇതെല്ലാം ഒരു ഹയറാക്കി ഇല്ലാണ്ട്, ഒരു വിഷ്വൽ ഹയറാക്കി ഇല്ലാണ്ട് ആകെ ക്ലംസി ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ എന്തായാലും ആർക്കും അത് വായിക്കാനും തോന്നില്ല, ആർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു ഹയറാക്കിയോട് കാര്യങ്ങൾ വെക്കാൻ നോക്കുക, എന്നിട്ട് അപ്രോച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, കോൾ ടു ആക്ഷൻ ആൻഡ് ബ്രാൻഡിങ്. ഇപ്പോൾ ഒരു ബിൽ ബോർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താ പറയുക, ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്, അവർക്ക് ഒരു ബ്രാൻഡ് അവയർനെസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് അത് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രീതിക്ക് ചെയ്യണം. ഇപ്പോൾ മിക്ക ഹോസ്പിറ്റൽ ബിൽ ബോർഡ്സ് ആയാലും ഏതെങ്കിലും ആയാലും അവർക്ക് അടിയിൽ ഒരു QR കോഡ് അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ടാവും. അതേമാതിരി എപ്പോഴും ഒരു ബ്രാൻഡിങ് പരിപാടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും.